അങ്ങനെ ലൈവിൽ തുടക്കത്തിലെ നല്ല അടിയാണ്. പുതിയ ക്യാപ്റ്റൻ ആദിലയാണ്. എന്നാൽ അനീഷ് സ്റ്റോർ റൂമിൽ പോവേണ്ട വിഷയത്തിൽ അവസാനം വരെ പൊരിഞ്ഞ അടിയോടടി. എപ്പോഴും സ്റ്റോർ റൂമിൽ പോകുന്നതും അവിടെയുള്ള കത്തുകൾ വായിക്കുന്നതും എല്ലാം അനീഷിൻ്റെ ഒരു മാത്രം അവകാശമായിട്ടാണ് അനീഷ് കാണുന്നത്. എന്നാൽ മറ്റുള്ളവരാരും അതിന് എതിരെ നിന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് അനീഷിനെതിരെ നിൽക്കുകയാണ്. അനീഷ് നന്നായി PR കൊടുത്തിട്ടാണ് വരുന്നത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഷാനവാസ് അവസാനം ക്ഷമ കെട്ടിട്ടാണ് ഇങ്ങനെ അനീഷിനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. അനീഷ് പറഞ്ഞ കാര്യം തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ പറയുന്നത് അവൻ കേൾക്കുന്നതേയില്ല. ആദില പറയുന്നുണ്ട്, ഇനി ഞാനാണ് ക്യാപ്റ്റൻ, ഞാൻ തീരുമാനിക്കും, ഞാൻ പോവും, എനിക്കറിയാൻ പോവാൻ എന്നെല്ലാം ആദില പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അനീഷ് കേൾക്കുന്നതേയില്ല. ഇതുവരെ ഞാൻ പോകുന്നതിൽ നിങ്ങൾക്ക് ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടായി. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്നെ ചതിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് അനീഷ് പറയുന്നത്. ഇതിനാണ് ഒരു സ്റ്റോർ റൂമിൽ പോകേണ്ട വിഷയത്തിന് പോലും അനീഷ് ഇങ്ങനെ വാശി പിടിക്കുന്നു എന്നാണ് മനസ്സിലാവാത്തത്. ഒരു സ്റ്റോർ റൂമിൽ ആദ്യം പോകണം എന്നുള്ള ഒരു കാര്യത്തിനൊക്കെ വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ അനീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഷാനവാസ് പറയുന്നുണ്ട്, നിൻ്റെ ചീഞ്ഞ സ്ട്രാറ്റജി അത് നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി. നീയാണ് എപ്പോഴും സ്റ്റോർ റൂമിൽ പോകുന്നത്. നീയാണ് പല തവണ വായിച്ചത് തന്നെ വായിച്ച് എല്ലാവരെയും അത് കാണിച്ചു കൊടുത്ത് ക്യാമറ നിന്നെ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള നിൻ്റെ ഒരു സ്ട്രാറ്റജി അത് നിൻ്റെ കയ്യിൽ വെക്കുക. അതിലെയാണ് ക്യാപ്റ്റൻ. ആദ്യം തന്നെ ഒരു ചർച്ച വന്നു ആര് പോവും എന്നുള്ളത്. ആ ഒരു ചർച്ചയിലാണ് അനീഷ് മാത്രം പോവുക എന്നുള്ള ഒരു ചീഞ്ഞ സ്ട്രാറ്റജിയുമായിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ അവനെതിരാണ്. എന്നാലും അനീഷ് പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ ഒന്നും തയ്യാറല്ല. ഷാനവാസ് പറയുന്നുണ്ട്, നീ PR കൊടുത്തിട്ട് അവർ പറയുന്നത് കേട്ട് നിൻ്റെ ഈ ഒരു ചീഞ്ഞ സ്ട്രാറ്റജി, നിൻ്റെ അവസാനത്തെ അടവ് അത് നിൻ്റെ കയ്യിൽ വെക്കുക എന്നെല്ലാം പറയുന്നുണ്ട്. അനീഷ് ഉറഞ്ഞു തുള്ളി കാട്ടായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ടറിയാം.